ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ചോറിൻ്റെ കൂടെയെല്ലാം നമുക്ക് വിളമ്പാൻ കഴിയുന്നതായിട്ടുള്ള സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കാൻ കഴിയുന്നൊരു മീൻ പുരട്ടിൻ്റെ പ്രിപ്പറേഷനാണ്. മീൻ പുരട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മീൻ പുരട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന മീൻ മുള്ളില്ലാത്തതായിട്ടുള്ള ചൂര, പാര, അതുപോലെ തന്നെ നെയ്മീൻ ഇങ്ങനെയുള്ള കഷ്ണങ്ങളോടുകൂടിയ മീൻ എടുക്കുന്നതാണ് നല്ലത്. വളരെ സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു മീൻ പുരട്ട് നമുക്ക് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ കഴിയുന്നത് കൂടിയാണ്. എങ്ങനെയാണ് നമുക്ക് രുചികരമായിട്ട് മീൻ പുരട്ട് തയ്യാറാക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. പ്രിപ്പറേഷനിലോട്ട് പോകാം. വീഡിയോ കാണാം. മീൻ പുരട്ട് തയ്യാറാക്കുന്നതിന് നമ്മൾ ആദ്യം തന്നെ കുടംപുളി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളത്തിലോട്ട് കുടംപുളി 2 എണ്ണം ചേർത്ത് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിന് കുറച്ച് കാര്യങ്ങളും ചതച്ച് വെക്കണം. ഈ ഒരു അളവിന് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു 6 അല്ലി വെളുത്തുള്ളി അത് ഇതുപോലെ ഇതിനകത്തോട്ട് ഇടികല്ലിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കാൻ പോണത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു ചെറിയ തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പം നമ്മളിത് ചതച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ പുരട്ട് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പം നമ്മൾ അതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, പെരിഞ്ജീരകം ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ, അതായത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് വരും. ആ ഒരു സമയം നമ്മളിതിലേക്ക് 15 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് വെച്ചിരിക്കുവാണ്. അത് ചേർത്ത് കൊടുക്കണം. അതിൽ കൂടെ തന്നെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും ചേർത്ത് വെക്കണം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പഴുത്ത പച്ചമുളകാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഏത് ചേർത്താലും കുഴപ്പമില്ല. ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ടൊമാറ്റോ, മീഡിയം സൈസ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിരിക്കരുത്, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മസാലപ്പൊടികൾ ചേർക്കുമ്പം ആദ്യം തന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി വന്നിട്ട് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി നമുക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ കൂടെ തന്നെ നമുക്ക് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് കുറച്ച് നമുക്കൊരു കണക്കൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ടൊമാറ്റോയിലുള്ള ആ ഒരു നീരൊക്കെ ഇറങ്ങി വരുമ്പം നമ്മുടെ പൊടിയെല്ലാം അതിലിട്ട് കുഴഞ്ഞ് വന്നോളും. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്.
ഇതൊന്ന് കുഴഞ്ഞു വരട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി കാണും. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി. അപ്പോൾ നമ്മളിവിടെ കുതിരാനായിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കൂടെ തന്നെ നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതും ചേർക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ലൊരു തിള വരട്ടെ. എന്നിട്ട് ഇതിൽ കിടന്നാണ് ആ മീൻ, നമ്മൾ ഇടുന്ന മീൻ കഷ്ണങ്ങളെല്ലാം വറ്റി വരേണ്ടത്. ഇപ്പം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. കുടംപുളിയും അതുപോലെ തേങ്ങാപ്പാലും ഒക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചൂരമീനാണ്. ചൂരമീൻ 1 കിലോ ഉണ്ട്. അപ്പം അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം മാത്രമേ മിക്സ് ചെയ്യാവൂ, അല്ലാന്നുണ്ടെങ്കിൽ മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകും. നമ്മളിപ്പം ചിക്കനോ അതുപോലെ ബാക്കിയുള്ള ബീഫൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പിന്നെ വഴറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ മീനാകുമ്പോൾ നമ്മളെപ്പോഴും വഴറ്റിയ പ്രശ്നമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇത് ഈ ഒരു അരപ്പിൽ കിടന്ന് വറ്റി വരേണ്ടതാണ്. ലിഡ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ്സ് ആയി കാണും. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ച്, അതായത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ നമുക്കിതൊന്ന് ചെറു തീയിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇപ്പം മീഡിയത്തിലിരിക്കുകയാണ്. ഇനി ഫ്ലെയിം വന്ന് കുറച്ചുകൂടെ ഒന്ന് ലോ ആക്കിയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതൊന്ന് ഇരുന്ന് വറ്റി വരട്ടെ. കുറുകി വരുമ്പോൾ ശരിയാവും. ഉപ്പൊക്കെ ഈ ഒരു സമയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ മീൻ പെരട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓയിലെല്ലാം നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പും പുളിയും എല്ലാം നല്ല പിടിച്ച് നല്ല രുചിയോട് കൂടിയ ചൂരമീൻ വെച്ച് തയ്യാറാക്കിയ ഈ ഒരു പെരട്ടിൽ എല്ലാ മീനും നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക.